മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. വീണ്ടും സീക്രട്ട് ടാസ്കുമായി എത്തിയിരിക്കുകയാണ് ആര്യൻ. പക്ഷേ ഈ സീക്രട്ട് ടാസ്ക് ആര്യന് ബിഗ് ബോസ് കൊടുത്തതല്ല. ആര്യൻ തന്നെ മറ്റുള്ളവരെ പ്രാങ്ക് ചെയ്യാനായിട്ട് അനുമോളുടെയും ആദിലയുടെയും നൂറയുടെയും ഹെൽപ്പോട് കൂടി ഒരു സീക്രട്ട് ടാസ്ക് പ്ലാൻ ചെയ്യുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇന്ന് രാവിലെ അനീഷിൻ്റെ ഒരു സങ്കടം പറഞ്ഞിരുന്നു. സീക്രട്ട് ടാസ്കിന് ആരും എന്നെ വിളിക്കുന്നില്ല, 2 സീക്രട്ട് ടാസ്ക് കഴിഞ്ഞു, നിങ്ങളുമായി ഞാൻ സംസാരിക്കാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതല്ലേ, നിങ്ങളെന്താ എന്നെ വിശ്വസിച്ച് സീക്രട്ട് ടാസ്കിന് വിളിക്കാത്തത്, ഇനി ഒരു സീക്രട്ട് ടാസ്ക് കിട്ടുകയാണെങ്കിൽ എന്നെ വിശ്വസിച്ച് വിളിക്കാമെന്നൊക്കെ. അപ്പോൾ ആര്യൻ അത് മനസ്സിൽ വെച്ച് ഇവരോട് പറയുന്നുണ്ട്, 2 സീക്രട്ട് ടാസ്ക് ഓൾറെഡി കഴിഞ്ഞു, ഇനി എന്തു പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കും, അതുകൊണ്ട് നമുക്ക് ഇവരെ ഒന്ന് പ്രാങ്ക് ചെയ്യാം. അതിന് ആദ്യം നമ്മളിൽ 4 പേരെ ആരെങ്കിലും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കണം, ടാസ്ക് ലെറ്റർ വായിക്കാനോ എന്തിനെങ്കിലും. അങ്ങനെ ആരാണോ ആദ്യം കൺഫെഷൻ റൂമിൽ പോകുന്നത് ആ വ്യക്തിക്കായിരിക്കും ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് കൊടുത്തു എന്ന് പറയാൻ പോകുന്നത്. എന്നിട്ട് അനീഷേട്ടനെ വിളിക്കാം. അനീഷേട്ടന് എന്ത് കൊടുക്കുമെന്നൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആര്യൻ ആദ്യം പറയുന്നത് നമുക്ക് തുണി കഴുകാൻ കൊടുക്കാം എന്നൊക്കെയാണ്. പിന്നീട് ഇപ്പോൾ ഇവരൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അനീഷിനോട് ഗാർഡൻ ഏരിയയിൽ 10 തവണ ശയനപ്രദക്ഷിണം ചെയ്യണമെന്നാണ്. പക്ഷേ അത് ആരും കാണാതെ ചെയ്യണം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ചെയ്യുകയും വേണം. ആ സമയത്ത് ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞാലും ശയനപ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലിവിംഗ് റൂമിൽ വന്നിരിക്കാവൂ. ഇതാണ് ഇവർ അനീഷിന് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന പണി. അപ്പോൾ നൂറ് ചോദിക്കുന്നുണ്ട്, ഈ സീക്രട്ട് ടാസ്കിൻ്റെ മോട്ടീവ് എന്താണെന്ന് അവർ ചോദിക്കില്ലേ? അവർക്കൊരു ബെനിഫിറ്റ് കിട്ടാതെ അവർ ഒരു കാര്യവും ചെയ്യില്ല. പിന്നെ അതിനെക്കുറിച്ചായി ചർച്ച. അവസാനം ആദിലയുടെ തലയിൽ തോന്നിയൊരു ബുദ്ധിയാണ്. അവസാനത്തെ 2 ആഴ്ചകളായി ഈ ആഴ്ച ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ആ ഗസ്റ്റ് വരണമെങ്കിൽ ബിഗ് ബോസ് തരുന്ന സീക്രട്ട് ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഗസ്റ്റ് വരികയുള്ളൂ എന്ന് പറയാമെന്ന്. എന്തായാലും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കിനും സാബുമാനും അനീഷും വരുന്നത് കൊണ്ട് കൂടുതലൊന്നും ഇവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിനിടയിൽ ഈ പ്രാങ്ക് നടക്കുമോ ഇല്ലയോ എന്നറിയാം. എന്തായാലും ഫസ്റ്റ് വിക്ടിമായി ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അനീഷിനെയാണ്. അനീഷാണെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലെ വളരെ ഗൗരവമായി കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് പ്രാങ്ക് ആണ് എന്ന് അറിഞ്ഞാൽ, അതായത് അനീഷിനെ കൊണ്ട് 10 തവണ ശയനപ്രദക്ഷിണം നടത്തിയതിന് ശേഷം ഇത് പ്രാങ്ക് ആണെന്ന് അറിഞ്ഞാൽ അനീഷ് എങ്ങനെയാവും പ്രതികരിക്കുക എന്നറിയില്ല. തമാശയായും എടുക്കാം, സീരിയസ് ആയിട്ടും എടുക്കാം. പുള്ളിയുടെ സ്വഭാവം പല സമയത്തും പലതാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.